ഇങ്ങനെയുള്ള സ്ലാബുകളൊക്കെ നമ്മൾ പരമ്പരാഗത രീതിയിൽ കമ്പി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊക്കെ ഇളക്കി പൊക്കണതാണ് കണ്ടിട്ടുള്ളത്. മൂവാറ്റുപുഴ കല്ലൂർക്കാട് എന്നുള്ള സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടതാണ്. ഇത് ഇങ്ങനത്തെ 2 പീസുകളാണ്. 5 mm തിക്നെസ്സുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പട്ടയാണ് ഇത് ഉപയോഗിച്ചത്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു സ്ലാബ് പൊക്കണമെങ്കിൽ 4 പേര് ഇങ്ങനെ പിടിക്കും. ഇതുപോലത്തെ 2 പീസ് വേണം. 4 പേര് പിടിച്ച് പൊക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണം, പൊക്കുന്തോറും താഴത്തെ വശം ടൈറ്റാവും, വിട്ടുപോകില്ല. വിട്ടുപോകാതെ ഈ വേണ്ടി താഴെ ഒരു ഗ്രിപ്പ് പോലെ ഒരു സംവിധാനവും ഇതിൻ്റെ അടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. പ്രത്യേകിച്ച് പള്ളികളിലെ സിമിത്തേരിയിലെ സ്ലാബ് പൊക്കൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ്. അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ സെൻറ്ററിൽ 2 ഹോൾ എക്സ്ട്രാ ഇടണം. പിന്നെ നമ്മൾ പൊക്കാൻ ഉപയോഗിക്കുന്ന സ്ലാബിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കണം ഇത് ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ അതിൽ അത്ര ഉപകാരപ്പെടാൻ സാധ്യതയില്ല. ആ സ്ലാബിൻ്റെ പൊക്കം, സ്ലാബിൻ്റെ ടോട്ടൽ വീതി നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും. അത്രയ്ക്കാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. താഴെ അതിൻ്റെ ഗ്രിപ്പ്, ഒരു ഗ്രിപ്പ് തന്നെ മാതിരി പിടിക്കുന്ന ഭാഗത്ത് ഗ്രിപ്പ് പോലെ ചെയ്യേണ്ടി വരും.